ട്രേഡിങ്ങിൽ ലോസ് ആകുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമല്ല. ആക്ച്വലി നമ്മളതിനെ എംബ്രേസ് ചെയ്യണം. പക്ഷേ കണ്ടിന്യൂസ് ലോസിങ് സ്ട്രീക്ക് എന്ന് പറയുന്നത് അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കണ്ടിന്യൂസ് ലോസിങ് സ്ട്രീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സെറ്റപ്പ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളുടെ ലൂസിങ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളുടെ ലൂസിങ് ആയിരിക്കാം. എന്താണ് ഒരു കണ്ടിന്യൂസ് വിന്നിങ് സ്ട്രീക്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം എന്താണ്? അതേപോലെ തന്നെ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാമെന്ന് എൻ്റെ ഒരു അറിവിലാണ് ഞാനിത് പറയാൻ പോകുന്നത്. വേറൊരു കാര്യം കൂടെ, നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലൊരു ഒരു 60 എബോവ് വിൻ റേറ്റ് ഉള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രോഫിറ്റബിൾ ലെവലിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഞാൻ ഈ വീഡിയോ മെയിൻ ഉദ്ദേശിക്കുന്നത് പീപ്പിൾ ഹു ആർ സ്ട്രഗ്ലിങ്. ആക്ച്വലി മെയിനായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ലോസസ് ആർ ഓക്കെ, വെരി ഓക്കെ. ബിക്കോസ് അത് ആ ഒരു സംഭവം, ആ ഒരു ഫാക്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണം. ബിക്കോസ് ലോസസ് ഇല്ലാതെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ട്രേഡിങ്ങിൽ ഇപ്പോഴത്തെ ഒരു ഓൺലൈൻ സമൂഹം, കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ പല അഡ്വർടൈസ്മെൻറ്റും ഇതിനെ ലോസ് ഉണ്ടാക്കുക എന്ന് പറയുന്നതിനെ എന്തോ വലിയൊരു തെറ്റാക്കി മാറ്റി വെച്ചിരിക്കുകയാണ് ട്രേഡിങ്ങിൽ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ട്രേഡിങ്ങിൽ ലോസ് വരുത്തും, അത് അക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, ലോസസ് ആർ ഓക്കെ, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ലോസ് വരുത്തും, ഞാനും ലോസ് വരുത്തും, എല്ലാവരും ലോസ് വരുത്തും. പക്ഷേ ആ വരുത്തുന്ന ലോസ് നിങ്ങൾക്ക് അതൊരു റിഗ്രറ്റ് ഉണ്ടെങ്കിലോ എന്നുള്ളതാണ്. എങ്ങനെ ഒരു ലോസ് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് റിഗ്രറ്റായി മാറുമെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ലോസസ് ബുക്ക് ചെയ്യാറുണ്ട്. ഈ ലോസസ് ബുക്ക് ചെയ്യുന്നതിന് പലർക്കും പല റീസൺസ് ഉണ്ട്. ചിലർ മാർജിൻ കോൾ വന്നിട്ട് സ്റ്റോപ്പ് ലോസസ് ബുക്ക് ചെയ്യും. ചിലരാണെങ്കിൽ അവർ സെറ്റപ്പ് ഫോളോ അപ്പ് ചെയ്തിട്ട് എസ് എൽ അടിക്കും. ചിലരാണ് സെറ്റപ്പ് ഫോളോ അപ്പ് ചെയ്യാതെ ഗാംബിൾ ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് ചെയ്യും. ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുടെ സെറ്റപ്പ് ഫോളോ അപ്പ് ചെയ്യാതെ നിങ്ങൾ ലോസ് അടിക്കുമ്പോഴാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ലാസ്റ്റ് ടൈം ഞാനൊരു ഫണ്ട് അക്കൗണ്ട് ബ്ലോ അപ്പ് ആക്കിയതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എന്നെ അത്രത്തോളം റിഗ്രറ്റ് ചെയ്തത് എൻ്റെ സെറ്റപ്പ് ഞാൻ ഫോളോ അപ്പ് ചെയ്യാത്തതാണ്. അപ്പോൾ ഈ ഒരു തോട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 90% അല്ലെങ്കിൽ 70% ഡണ്ണായി. അതായത് റിഗ്രറ്റ് എന്ന് പറയുന്നൊരു പാർട്ട്. ഈ റിഗ്രറ്റ് ഇല്ല എങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എഗെയിൻ അടുത്ത അക്കൗണ്ട് ലോഡ് ചെയ്യും, എഗെയിൻ നിങ്ങൾ സെയിം മിസ്റ്റേക്ക് നിങ്ങൾ അക്കൗണ്ട് ബ്ലോ അപ്പ് ചെയ്യും. അല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യും, എഗെയിൻ നിങ്ങൾ സെയിം മിസ്റ്റേക്ക് നിങ്ങൾ അക്കൗണ്ട് ബ്ലോ അപ്പ് ചെയ്യും. സോ റിഗ്രറ്റ് എന്ന് പറയുന്നൊരു സംഭവം ലോസിങ് സ്ട്രീക്കിൽ നിൽക്കുന്ന ഒരാൾക്ക് കംപ്ലീറ്റ്ലി വേണ്ട ഒരു സംഭവമാണ്. ഇനി സ്മോൾ സ്മഡ്ജസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് റിഗ്രറ്റ് വന്നു, നിങ്ങൾ എഗെയിൻ ആ ഒരു സെയിം മിസ്റ്റേക്ക് ചെയ്താൽ പോലും ദർ ഈസ് എ പോസിബിലിറ്റി ഇൻ ഫ്യൂച്ചർ യു വിൽ നിങ്ങളുടെ ആ ഒരു വേയിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ജേണൽ ചെയ്യുക. ഞാൻ ആ മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണം നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണ്. അതെങ്ങനെ മനസ്സിലാകും? ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബ്രെയിൻ അങ്ങനെ വലിയ രീതിയിലേക്ക് സ്റ്റോറേജിലേക്ക് പോകത്തില്ല. കാര്യം അതിന് കുറേ ഫിൽട്ടർ ചെയ്യേണ്ട ആവശ്യമുണ്ട്, വേണ്ട കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ജേണൽ ചെയ്യുക എന്നുള്ളതാണ്. എടുക്കുന്ന എവറി ട്രേഡ് നിങ്ങളൊരു വിന്നിങ് സ്ട്രീക്കിലേക്ക് എത്താനായിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ, ലൂസിങ് സ്ട്രീക്കിൽ നിന്ന് വിന്നിങ് സ്ട്രീക്കിലേക്ക് എത്തിക്കാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളെല്ലാ ട്രേഡും ജേണൽ ചെയ്യുക. ഇനിയിപ്പം നിങ്ങൾ പ്രോഫിറ്റബിൾ ആയാൽ പോലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ജേണലിംഗ് എന്ന് പറയുന്ന സംഭവം ട്രേഡിങ്ങിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, എത്ര ഇത് ആയാൽ പോലും സെയിം മിസ്റ്റേക്ക് തന്നെ അവർ ചെയ്ത് റിയലൈസ് ചെയ്യാതിരിക്കുക. അതായത് ഇപ്പം ചിലപ്പോൾ ചിലരുടെ കുഴപ്പമെന്ന് പറയുന്നത് സെറ്റപ്പ് ഫോളോ അപ്പ് ചെയ്യാത്തതായിരിക്കും. അപ്പം അടുത്ത അക്കൗണ്ട് എടുക്കും, സെയിം സെറ്റപ്പ് ഫോളോ അപ്പ് ചെയ്യില്ല, ആ ഒരു സെറ്റപ്പ് ഫോളോ അപ്പ് ചെയ്യാതെ പിന്നെ ആ അക്കൗണ്ട് പോകും. അപ്പോൾ ഈ ചില മിസ്റ്റേക്കുകളാണ് മെയിൻലി ലോസിങ് സ്ട്രീക്കിൽ നിൽക്കുന്നതിൻ്റെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഇതിൽ മാറ്റാൻ, അല്ലെങ്കിൽ ഈ ലോസിങ് സ്ട്രീക്കിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വിന്നിങ് പ്രോബബിലിറ്റി കൂട്ടുക. എന്താണ് വിന്നിങ് പ്രോബബിലിറ്റി എന്താണ്? ലൈക്ക് നമുക്കൊരിക്കലും 100% വിന്ന് എന്നൊരു സംഭവം ഇല്ല. ട്രേഡിങ്ങിലില്ല. ഓക്കെ, ഒരു ബിസിനസ് പോലെയാണിത്. നിങ്ങളൊരു ബിസിനസ്, നാളെ ഒരു ചായക്കട നിങ്ങളൊരു സ്ഥലത്തിട്ടിട്ട് നിങ്ങൾ ഇനി അവിടെ നിന്ന് പിടിച്ച് കയറി നിങ്ങൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോബബിലിറ്റി കൂട്ടാം. അതേപോലെയുള്ള ട്രേഡിങ്ങിൽ നിങ്ങൾ ഇന്ന്
ചെയ്യുന്ന ചെറിയ ചെറിയ ട്രേഡ്സും കാര്യങ്ങളെല്ലാം ഫ്യൂച്ചറിൽ നിങ്ങളൊരു ബെറ്റർ ട്രേഡർ ആക്കുകയാണ്. അപ്പം ആകെ നിങ്ങൾക്ക് പറയാനുള്ളത് പ്രോബബിലിറ്റിയാണ്. ഓക്കെ, എങ്ങനെ നമുക്ക് വിന്നിങ് പ്രോബബിലിറ്റി കൂട്ടാം? വിന്നിങ് സ്ട്രീക്കിന് പകരം വിന്നിങ് പ്രോബബിലിറ്റി എന്നാണ് ഞാൻ പറയുന്നത്. ലൂസിങ് പ്രോബബിലിറ്റി അല്ല ലൂസിങ് സ്ട്രീക്ക് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. വിന്നിങ് പ്രോബബിലിറ്റി കൂട്ടുക എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കുക, എന്താണ് പ്രോബബിലിറ്റി? ദർ ഈസ് നോ 100%. ഒരു 100% സംഭവം എന്ന് പറയുന്നത് ഇല്ല. ഓക്കെ, അപ്പം വിന്ന് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂട്ടുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഫോളോ യുവർ പ്ലാൻ. നിങ്ങൾക്കൊരു സെറ്റപ്പ് ഉണ്ടായിരിക്കണം, ആ സെറ്റപ്പ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിരിക്കണം. അവിടെ തന്നെ നിങ്ങളൊരു 90% ഡണ്ണായി. പിന്നെ ജേർണൽ ചെയ്യുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. ഞാൻ ഓൾറെഡി ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി അതുകൊണ്ട് ഞാൻ ഈ പാർട്ട് പറയുന്നില്ല. ഇത് ചെയ്യുമ്പോൾ ഇവിടെ എന്തോ ഓട്ടോമാറ്റിക്കലി നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിന്നിങ് പ്രോബബിലിറ്റി നിങ്ങൾ ഇൻക്രീസ് ചെയ്യുകയാണ്. നിങ്ങളുടെ വിന്നിങ് പ്രോബബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലോസിങ് പ്രോബബിലിറ്റി കുറയും. അങ്ങനെ നിങ്ങൾക്ക് പതിയെ ലോസിങ് സ്ട്രീക്കിൽ നിന്ന് വിന്നിങ് സ്ട്രീക്കിലേക്ക് എത്താൻ പറ്റും. ഇതൊരിക്കലും ഒരു സ്മോൾ പ്രൊസീജിയർ അല്ല. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കുന്ന പോലെ ഒരു പിറ്റേ ദിവസം മുതലോ അല്ലെ നെക്സ്റ്റ് ഒരു 1 വീക്ക് കൊണ്ട് നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതല്ല. ഇതൊരു പ്രോസസ്സാണ്. ചിലർക്ക് ഇതൊരു വീക്ക് മതിയായിരിക്കും, ചിലർക്ക് ഒരു മാസം വേണമായിരിക്കും, ചിലർക്ക് ഒരു വർഷം വരെ വേണമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ട്രേഡിങ്ങിൽ ചിലർ പറയുന്നത് 2 വർഷം കഴിഞ്ഞാലേ ഒരാളൊരു ശരിക്കും ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകുകയുള്ളൂ എന്നുള്ളത്. ആ 2 വർഷം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു സെറ്റപ്പ് ഫൈൻഡ് ഔട്ട് എടുത്ത് പഠിച്ചെടുക്കാൻ ഒരാൾക്ക് 1 വർഷം വേണോ? ഒരിക്കലും വേണ്ട. 2 വീക്സ് 1 വീക്ക് തന്നെ ധാരാളമാണ് ഒരു സെറ്റപ്പ് ബിൽഡ് ചെയ്യാൻ. സെറ്റപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പിന്നെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ വിൻ റേറ്റും കാര്യങ്ങളൊക്കെ വേണം, എന്നാലും ഞാൻ പറയാണ്. ഓക്കെ, പക്ഷേ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നത് ആ ഒരു ഫേസിലാണ്, ആ ഒരു ലോസിങ്ങിനെ വിന്നിലേക്കാക്കുക എന്നുള്ളൊരു സംഭവം. ഒരിക്കലും ഞാനിവിടെ പറയുന്നില്ല ഈവൻ ദോ ഒരു 50-50 പോലും യു വിൽ ബി സ്റ്റിൽ പ്രോഫിറ്റബിൾ. പക്ഷേ ആരും ആ 50-50 പോലും എത്തുന്നില്ല. അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈവൻ എൻ്റെ കേസ് പറയാനാണെങ്കിൽ എനിക്ക് എൻ്റെ കേസല്ലേ ഏറ്റവും പെട്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ വിൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു 60%, 65% ഒക്കെയാണ്. അത് വേരി ചെയ്യും, ഡിപ്പെൻസ് അപ്പോൾ നമ്മൾ ക്വാർട്ടർലി ആണ് നോക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ മന്ത്ലി ആണ് നോക്കുന്നതെങ്കിൽ, വീക്കിലി ആണ് നോക്കുന്നതെങ്കിൽ അതിനെ പറ്റി വേരി ചെയ്യും. അപ്പം ഞാനും ഒരു നല്ല ലോസിങ് സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൻ്റെ ആ ഒരു സംഭവം കാണാതെ കടന്നൊരു എനിക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വിന്നിങ് പ്രോബബിലിറ്റിയിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ചെയ്ത കണക്കെയാണ്. അതായത് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് തവണ പറഞ്ഞ ഇപ്പോൾ ഞാൻ ചില ട്രേഡ്സ് ഒന്നും ജേർണൽ ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇപ്പോൾ എടുക്കുന്ന ട്രേഡ് ലൈവായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് എനിക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതിൽ ഞാൻ ലൈവായിട്ടിരുന്ന ട്രേഡ്, അതുകൊണ്ട് തന്നെ എല്ലാം ജേർണലായിട്ട് തന്നെ അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ ജേർണലാണെന്ന് വേണേൽ പറയാം. അതൊരു വലിയൊരു കാര്യം. അതുകൊണ്ട് ഞാനിപ്പം പേഴ്സണലി നോഷനകത്ത് ജേർണൽ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം മെയിനായിട്ട് നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടോ നിങ്ങൾ ലൈഫിൽ, ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സെറ്റാവും. ലൈഫിൽ എന്ന് പറഞ്ഞാൽ ട്രേഡിങ് കരിയറിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സെറ്റാവും. നിങ്ങളുടെ ലോസിങ് സ്ട്രീക്ക് നിങ്ങൾക്ക് പതിയെ വിന്നിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഇതാണൊരു ഫാക്റ്റ്, ഒരു സയൻറ്റിഫിക് ഫാക്റ്റ്. ഞാൻ ജസ്റ്റ് അത്രേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. പെട്ടെന്ന് പറയണമെന്ന് തോന്നിയൊരു വീഡിയോ ആണ്, പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ട്രൈ ടു ഡു സംതിങ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ചിലപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് വർക്കാവുന്നത്. ലൈക്ക് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ നിങ്ങൾ ചെയ്തിട്ട് എന്താ കാര്യം? ലൈക്ക് ഈവൻ ഇൻ ലൈഫ്, ഇൻ ട്രേഡിങ്, ചിലപ്പോൾ നിങ്ങളുടെ സംഭവം വേറെ എന്തെങ്കിലും ആയിരിക്കും. ട്രൈ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. ദാറ്റ്സ് എ വേ. താങ്ക് യു ഫോർ വാച്ചിങ്.